ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് കാണുന്നത് മൗണ്ട് ഓഫ് ടെംപ്റ്റേഷൻ, ഈശോയെ പിശാച് പ്രലോഭിപ്പിച്ച മല. ആ മല ഇപ്പോഴും അതുപോലെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ മലയുടെ താഴ്വാരത്തിലാണ് ജെറീക്കോ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അതിന് അപ്പുറത്തായിട്ട് നമുക്ക് ജോർഡാൻ വാലി കാണാൻ സാധിക്കും. ആ ജെറീക്കോ പട്ടണത്തിൻ്റെ അപ്പുറത്തായിട്ട്. ഇവിടെ ഈ മൗണ്ട് ഓഫ് ടെംപ്റ്റേഷനിലേക്ക് നമ്മൾ പോകുന്നത് കേബിൾ കാറിലാണ്. അങ്ങനെ കേബിൾ കാറിൽ അതിൻ്റെ ഒരു പകുതിക്ക് മുകൾ ഭാഗത്ത് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും. ഈ മലയ്ക്ക് ഇത് പാലസ്റ്റീനിലെ വെസ്റ്റ് ബാങ്കിൽ ജെറീക്കോ പട്ടണത്തിന് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മല യുടെ മുകളിൽ നിന്ന് ഉള്ള താഴേക്കുള്ള ദൃശ്യമാണ്. വളരെ ഉയരത്തിലാണ് നമ്മൾ കാണുന്നത് പോലെ. ഈ മലയിൽ അനേകം ഗുഹകളുണ്ട്, പല ഗുഹകൾ. അതിൽ 4-5 ഗുഹകളിൽ ഞാൻ കയറുകയുണ്ടായി. ഇത് അന്നത്തേത് അതുപോലെ സൂക്ഷിക്കുന്ന ഗുഹകളാണ്. ഈ മലയുടെ മുകളിലാണ് പിശാച് ഈശോയെ കൊണ്ടു നിർത്തിയത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 8 മുതൽ ഉള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയാണ്. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിൽ അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവന് കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ സംഭവം നടന്ന മലയാണിത്. ഇതിൻ്റെ മുകൾ പരപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ആ മുകൾ ഭാഗം ഇപ്പോൾ അവിടെയാണ് ഈ സംഭവം നടന്നത്. ഈ മലയുടെ മുകളിൽ വരെ നമുക്ക് നടന്ന് ചെല്ലാവുന്ന പ്രൊവിഷനുണ്ട്. പക്ഷേ ഈ സമയത്ത് അങ്ങോട്ടുള്ള പാസേജ് അടച്ചേക്കുകയായിരുന്നു. അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ഏറ്റവും ടോപ്പിൽ നമുക്ക് പോകുവാനായിട്ട് സാധിക്കും. എങ്കിലും ഈ മല ചുറ്റി അതിൻ്റെ ഫ്രണ്ട് കുറച്ച് ചുറ്റി കാണുവാനും അതുപോലെ ആ ഗുഹകളിലൊക്കെ പ്രവേശിക്കാനും ഒക്കെ അവസരമുണ്ടായി. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ സൂചിപ്പിച്ച ആ ഗുഹകളാണ്. ആ മലയുടെ ഇത്തരത്തിലുള്ള അനേകം ഗുഹകൾ ഈ മലയിൽ ഉണ്ട്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ ഗുഹകൾ മനുഷ്യർക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗുഹകളാണ്. അത്തരത്തിലുള്ള 3-4 ഗുഹകളിൽ ഞാൻ കയറുകയുണ്ടായി. ഇത് കാണുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.